എൻഡോസൾഫാൻ വിക്ടിംസ് റിലീഫ് ആൻഡ് റെമഡിയൽ സെൽ എന്ന പേരിൽ 2006 ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു സമിതിക്ക് രൂപം കൊടുത്തത്. സംസ്ഥാന സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. 96 ലക്ഷത്തോളം രൂപയാണ് സെല്ലിന് ദുരിതാശ്വാസ നടപടികൾ നടപ്പാക്കുന്നതിന് വേണ്ടി ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ 96 ലക്ഷം രൂപ ഈ സെല്ലിന് സർക്കാർ അനുവദിച്ചതിൽ 32,07,000 രൂപ മാത്രമേ കഴിഞ്ഞ 3-4 വർഷക്കാലത്തിനിടയിൽ, അതായത് സെല്ല് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം വിനിയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇപ്പോഴും നൽകപ്പെടുന്ന സഹായം കൊണ്ട് ഒരു ചെറിയ അംശം രോഗികൾക്ക് മാത്രമേ ഇതുകൊണ്ട് ഗുണം കിട്ടൂ എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇത് ജില്ലയെ സംബന്ധിച്ചൊരു വലിയ ബേണിംഗ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ സാമ്പത്തിക സഹായം, സംസ്ഥാന ഗവൺമെന്റിന്റെ വലിയ സാമ്പത്തിക സഹായം, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇത് നിർലോഭമായി ഇവിടെ ചെലവഴിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ഒരു ചെറിയ ആശ്വാസമെങ്കിലും കിട്ടൂ എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. ഏകദേശം 400 കുടുംബങ്ങൾക്ക് നമ്മൾ റേഷൻ ഒരു വർഷ കാലയളവിൽ 500 രൂപ മുതൽ 1000 രൂപ വരെയുള്ള കിറ്റുകളായി അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തു. അതുപോലെ തന്നെ 35ഓളം വീടുകൾ, 18 വീടുകൾ നിർമ്മിച്ചുകൊണ്ടും 2 ലക്ഷം രൂപ വിലയിരുന്ന 18 വീടുകളും അതുപോലെ 17 വീടുകളോളം റിപ്പയർ ചെയ്തുകൊണ്ട് 35ഓളം വീടുകൾ നമ്മൾ എൻമകജെ, കുമ്പടാജെ, മുളിയാർ, ബദിയടുക്ക, കയ്യൂർ ചീമേനി പഞ്ചായത്തുകളിലായി ചെയ്തിട്ടുണ്ട്. എൻഡോസൾഫാൻ അടിക്കാതായത് പിന്നെ ശുദ്ധമായ ജലമുണ്ട്, ശുദ്ധമായ അന്തരീക്ഷമുണ്ട്, ശുദ്ധമായ വായുവുണ്ട്, മണ്ണുകൂടെ ഇനിയൊന്ന് നന്നാക്കി എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. Endosulfan spray stopped in 2000. So I am very proud to say that I have not seen even one child with handicapped limbs for the last 3 or 4 years. Mental retardation also has come down. Epilepsy cases have come down. Abortion cases have also come down a little. Environmentally also the fish, frogs and other reptiles, they have come back again. കുളങ്ങളിലും പുഴകളിലും അതുപോലെ തോടുകളിലും ഒക്കെ മത്സ്യങ്ങൾ തിരിച്ചു വരുന്നതിന്റെ, മറ്റു ചെറിയ ജീവികൾ തിരിച്ചു വരുന്നതിന്റെ, ഇപ്പൊ തേനീച്ച കൃഷി ധാരാളമായിട്ട് തുടങ്ങിയതിന്റെ റിപ്പോർട്ടുകൾ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ സ്പ്രേ നിർത്തിയതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് കാണേണ്ടത്. Even today you can find endosulfan in soil and water in Kasaragod because it is persistent and it will be there for some more time. And the half-life of endosulfan in soil, in acidic soil, is close to 800 days. So more than 3 years or close to 3 years, 2.5 years plus. So endosulfan, if there has been 10 milligrams of endosulfan in a soil in 2005, it becomes 5 milligrams of endosulfan in 2010. And in 2015 it will become 2.5 milligrams. So the half-life is of around 800 days will be a major challenge to face, and we will have endosulfan present in Kasaragod at least for another 10-15 years. റെഡ് ആൻഡ് യെല്ലോ എന്ന് മാത്രമല്ല, എല്ലാ കീടനാശിനികളും, ഒരു കീടനാശിനിയും നമുക്കിനി വേണ്ട. കാരണം അതുണ്ടാക്കുന്നത് ഒരു മനുഷ്യവർഗത്തെയും പ്രാണികുലത്തെയും സസ്യജീവജാലങ്ങളെയും മണ്ണിനെയും എല്ലാം അത് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. Probably all the people who died or suffering in Kasaragod will have a martyr's satisfaction or martyr's
what you call feeling when the world is eliminating endosulfan, because these people paid with their lives, and all the damage they got, it cannot be substituted, it cannot be compensated. And we only hope that this will inspire decisions on pesticides, and there will be more cautious approach on recommending or using pesticides. Next generation, at least we can expect a good generation to come up here who are very healthy. ശാസ്ത്രത്തിന്റെ ഒരു മുന്നേറ്റത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉൽപാദനം, കൃഷി, വളപ്രയോഗങ്ങൾ, കീടനാശിനികളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു കൃഷിയിലൂടെ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള സങ്കല്പത്തിലാണ് ഇതൊക്കെ ചെയ്തത്. അത് ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, പക്ഷെ അനുഭവങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ഈ പ്രകൃതിക്കെതിരെയുള്ള യുദ്ധം നിർത്തണം. കേരള ഗവൺമെന്റ് ജൈവ കൃഷിയിലേക്ക് തിരിഞ്ഞതുകൊണ്ട് നമ്മുടെ ഭൂമിയും ജലവും മലിനമാകാതെ വിഷലിപ്തമാകാതെ നല്ലൊരു ജീവിതം വരും തലമുറയ്ക്ക് കിട്ടുമെന്നുള്ള ഒരു ആശ്വാസം നമുക്കിപ്പം ഇനിയെങ്കിലും പ്രതീക്ഷിക്കാം. Globally, when this chemical is not needed, and when our use is going to even affect life forms and biodiversity across the world, India has the obligation, and it has to show its commitment to the global environment by banning this chemical and going in for sustainable agricultural alternatives, not pesticidal alternatives but sustainable agricultural alternatives, where for example, as in Andhra Pradesh, 25 lakh acres of all crops are under sustainable agriculture without any pesticides. It's called non-pesticidal management. I think it's simply possible. Our future, our generation has to live with peace, live without diseases, live happily. We have to bid goodbye to all these deadly chemicals. Not that alternatives are not there. Alternatives are there. We should try our best to ensure that our food cycle is not contaminated with pesticides. We should encourage organic farming. There are many pest repellent techniques practiced by our elders, and the guard crop. Many things, many technologies are coming forth, and now a lot of interest is being generated in organic farming. I would say we have to practice non-chemical farming to the extent possible. That is the only way.